2023 ഡിസംബറിലാണ് തൊടുപുഴ നഗരത്തിലെ ഒരു ബാർ ഹോട്ടലിൽ നിന്നും 30 ഗ്രാം MDMA-യുമായി പട്ടയംകവല സ്വദേശി ഹാരിസ് പിടിയിലാകുന്നത്. ഇത് ഇയാളുടെ ആദ്യത്തെ അറസ്റ്റായിരുന്നില്ല. വീട് കേന്ദ്രീകരിച്ച് രാസലഹരി വിൽപ്പന നടത്തിയിരുന്ന ഹാരിസ് പിടിയിലായതോടെ കച്ചവടം ഹോട്ടലിലേക്ക് മാറ്റുകയായിരുന്നു. തൊടുപുഴയിൽ MDMA-യുമായി യുവാവിനൊപ്പം പിടിയിലായ പെൺകുട്ടിയുടെ അലമുറ ആരും മറന്നു കാണില്ല. രണ്ടു കേസുകളിലും അന്വേഷണം ആദ്യം പിടിയിലായ ഇവരിൽ മാത്രമായി ഒതുങ്ങി. ഇത് ഉദാഹരണങ്ങൾ മാത്രമാണ്. MDMA എവിടെ നിന്ന് പ്രതികൾക്ക് ലഭിക്കുന്നുവെന്നോ ആരൊക്കെയാണ് ഇതിന് പിന്നിലെന്നോ പോലീസിന് കണ്ടെത്താൻ കഴിയാറില്ല. ഇപ്പം മിക്കവാറും നമ്മുടെ ഈ കഞ്ചാവിലും MDMA അതുപോലെ സിന്തറ്റിക് ഡ്രഗ്സ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അന്വേഷണം എത്തി നിൽക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തല്ല, പിന്നെ അതിൽ സംസ്ഥാനങ്ങളിലാണ്. ഇപ്പോൾ MDMA-യുടെ മിക്ക വരവും മറ്റ് ബാംഗ്ലൂർ പോലുള്ള സിറ്റികളിൽ നിന്നാണ്, മുംബൈ അതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. ചില നിർഭാഗ്യകരമായ അവസ്ഥയിൽ അന്വേഷണം മുന്നോട്ട് പോകാതെ പ്രതികളിലേക്ക് എത്താതെ വരുന്ന സന്ദർഭങ്ങളുണ്ട്. ലഹരിക്കടത്തിൽ പിടിയിലാകുന്നവർക്ക് പലപ്പോഴും കുടുംബത്തിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും പിന്തുണ ലഭിക്കില്ല. കേസ് നടത്തിപ്പിനും മറ്റും വലിയ തുക ആവശ്യമായി വരും. ഇതോടെ ഈ തൊഴിൽ തുടരാൻ പലരും നിർബന്ധിതരാകുന്നുണ്ട്. ചിലർ വേഗത്തിൽ പണം സമ്പാദിക്കാനുള്ള മാർഗമായി ഇതിനെ കാണുന്നു. ഹൈറേഞ്ച് മേഖലയിലാണെങ്കിൽ ഇപ്പോൾ ഈ കഞ്ചാവ് കടത്തുമായിട്ട് ബന്ധപ്പെട്ട് സഞ്ചരിക്കുന്ന ജീപ്പ് പോലുള്ള വാഹനങ്ങൾ, അതിൽ കൈക്കുഞ്ഞുങ്ങൾ വരെ ആയിട്ട് സ്ത്രീകൾ ഇവരോടൊപ്പം സഞ്ചരിക്കുന്ന വിവരവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കേസിൽ നിന്ന് ഇറങ്ങി അടുത്ത പണി എന്താണ്? ഇതൊക്കെ തന്നെയാണോ, അല്ലാണ്ട് എന്ത് ചെയ്യാനോ? വക്കീലൊക്കെ കാശ് കൊടുക്കണ്ടേ, കുടുംബം വിൽക്കാൻ പറ്റും. തൊടുപുഴയിലടക്കം രാസലഹരിയുടെ വിൽപ്പനയും വിതരണവും നിയന്ത്രിക്കുന്നത് വിദേശത്തിരുന്നൊരു മലയാളിയാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പക്ഷേ ഇയാളെ പിടികൂടാൻ കേരള പോലീസ് മാത്രം വിചാരിച്ചാൽ കഴിയില്ല. കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ കൂട്ടായ പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ രാസലഹരി എന്ന വിപത്തിനെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കാൻ കഴിയൂ. തൊടുപുഴയിൽ നിന്ന് ജൈനസ് രാജു, മാതൃഭൂമി ന്യൂസ്.